നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ ടാപ്പിംഗ് തടസ്സപ്പെടുത്തി മഴ. ഏഷ്യൻ വിപണികളിൽ റബ്ബർ പുതിയ ദിശ തേടുന്നു. ഒസാക്ക എക്സ്ചേഞ്ചിൽ ഓഗസ്റ്റ് സീരീസ് സെറ്റിൽമെൻറ്റ് വേളയിൽ ശക്തമായ കവറിങ്ങിൽ റബ്ബർ വില കിലോ 336 yen വരെ കയറിയെങ്കിലും മറ്റ് അവധികളിൽ കാര്യമായ ആവേശം നിക്ഷേപകരിൽ ദൃശ്യമായില്ല. സാമ്പത്തിക രംഗത്തെ അനിശ്ചിതാവസ്ഥ ഒരു പരിധിവരെ ഇടപാടുകാരെ പിന്നോക്കം വലിക്കുന്നു. ഇന്ത്യ-US അധിക തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വന്നതും ഏഷ്യൻ മാർക്കറ്റിൽ ആശങ്ക പരത്തി. ഒപ്പം ക്രൂഡ് ഓയിൽ വിലയിലെ ചലനങ്ങളും കൃത്രിമ റബ്ബറിൽ പ്രതിഫലിക്കും. അതേസമയം ന്യൂനമർദ്ദ ഫലമായി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചത് തായ്ലൻഡ് അടക്കമുള്ള മുൻനിര റബ്ബർ കയറ്റുമതി രാജ്യങ്ങളിൽ റബ്ബർ ടാപ്പിംഗും തടസ്സപ്പെടുത്തി. ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 189 രൂപയിൽ വിപണനം നടന്നു. കേരളത്തിലെ പ്രമുഖ വിപണികൾ 4ാം ഗ്രേഡ് കിലോ 190 രൂപയിലാണ് നീങ്ങുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും റബ്ബർ മരങ്ങളിലും 75% ഇലകൾ പൊഴിഞ്ഞു പോയതുകൊണ്ട് റബ്ബർ ഉൽപ്പാദനം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. സാധാരണയായി റബ്ബർ മരത്തിന് ഇല പൊഴിയേണ്ട മാസം ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലൊക്കെയാണ് ഇല പൊഴിഞ്ഞ് അടുത്ത തളിരില വരുന്നത്. ഇത് നേരത്തെ ഇങ്ങനെ റബ്ബർ ഇല പൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് വീണ്ടും റബ്ബർ മരം തളുക്കാതിരിക്കുകയും കുറച്ച് മരങ്ങളൊക്കെ തളുക്കുകയും ഇങ്ങനെ തളുക്കാത്ത ശകരങ്ങളൊക്കെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത ഏറുന്നു. കഴിഞ്ഞ വർഷവും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഈ വർഷവും പാൽ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.